എല്ലാവർക്കും നമസ്കാരം. ഓണത്തിന് ഒരു ഓണക്കോടി എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് നന്ദിയോട് ഗ്രാമപഞ്ചായത്തിൽ പനയമുട്ടത്ത് ആ, ഒരു പ്രദേശത്താണ്, ഒരു കോളനി പ്രദേശത്താണ്. അവിടെ സാധാരണക്കാരായ ഒരു കുടുംബത്തിന് ഓണക്കോടി കൊടുക്കുവാൻ വേണ്ടി എത്തിച്ചേർന്നതാണ് ഇന്ന്. ഇവിടെ വിജയൻ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ ഒരു കൂലിപ്പണിക്കാരൻ്റെ ഭവനത്തിലാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾക്കിന്ന് ഈ വീടിൻ്റെ സ്കെച്ച്, ഇങ്ങനൊരു ഭവനം ഇവിടെ ഉണ്ടെന്ന് ഞങ്ങൾ അറിയിച്ചത് പാലോട് ശശി ആർ ചേരമനാണ്. അദ്ദേഹം നമ്മുടെ വിൻ്റർ ഹെവൻ ടീമിനെയും കൊണ്ട് അവിടെ എത്തി. ഞങ്ങളവരെ കണ്ടു. വളരെ വൈകിയാണ് എത്തിയതെങ്കിലും മഴയുടെയും പ്രകാശമില്ലായ്മയുടെയും ഒക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നുവെങ്കിലും അവിടെ എത്തി ഞങ്ങൾ അവരോട് സംസാരിച്ചു. അവരുടെ കുടിലിന് മുന്നിൽ നിന്നാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അവർക്ക് ഇന്ന് ഞങ്ങൾ ഒരു ഖേദം കൂടി പ്രകടിപ്പിക്കുകയാണ്. സാധാരണ ഞങ്ങൾ കൊണ്ടുപോകുന്ന ഓണക്കോടികൾ ഇപ്പോൾ ആ വീട്ടിൽ ഉണ്ടായിരുന്ന ആളുകളെന്ന് പറയുമ്പോൾ എണ്ണം 8ഓളം പേര്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളാണെന്ന് തോന്നുന്നു. അവരും അവരുടെ കുഞ്ഞുങ്ങളും ഒക്കെ കൂടി 8ഓളം പേരുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ അവിടെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളിന്ന് ഓണക്കോടി കൊണ്ട് കൊടുക്കുകയും അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. ഓണത്തിന് അവർ ഒരു കുടുംബം കൂടി വിൻ്റർ ഹെവൻ്റെ തണലിൽ ഓണക്കോടി അണിഞ്ഞ് ഓണം ആഘോഷിക്കും എന്നുള്ളതിൽ ഞങ്ങൾ സന്തോഷത്തോടുകൂടി ചാരിതാർത്ഥത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. ഇനി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊള്ളുക. ഇതുപോലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പ്രത്യേകിച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവർക്ക് നാളെ ഒരു ഭവനത്തിൻ്റെയോ ഇവരുടെയൊക്കെ പോലുള്ള ഒരു സാധാരണക്കാരെ പൊതു ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങൾ ഇവരുടെ ഈ വീഡിയോ പരമാവധി നിങ്ങൾക്കറിയാവുന്ന മനസ്സാക്ഷിയുള്ളവരിലേക്ക് എത്തിക്കുക. ഇതിനെ ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കുക. അതുപോലെ ഈ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും വളരെ സ്നേഹത്തോടെ ഞങ്ങൾ വിൻ്റർ ഹെവന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ കുടുംബത്തിലെ ഇന്ന് ഞങ്ങൾക്ക് ഈ സമ്മാനങ്ങളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജാഫർ ടെക്സ്റ്റൈൽസ് കല്ലറയാണ്. കല്ലറ ജാഫർ ടെക്സ്റ്റൈൽസിന് 1000 നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇതിൻ്റെ സ്പോൺസേഴ്സായിട്ട് 2-3 ടീമുകളുണ്ട്. ലക്കി കളക്ഷൻസ് പാങ്ങോടും അതുപോലെ ഉള്ള സ്ഥാപനങ്ങളും നമുക്ക് ഇന്ന് ഈ കൂട്ടത്തിൽ നമ്മൾ റൈസ് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ റൈസ് നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അൻസാരി ട്രേഡേഴ്സാണ്. അൻസാരി ട്രേഡേഴ്സ് പാങ്ങോട്. ഇവർക്കും പ്രത്യേകമായ ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള നിർധനരായ ഒരു ഓണക്കോടിക്ക് പോലും അർഹതയുള്ള ഒട്ടനവധി ഫാമിലികൾ നിലനിൽക്കവേ ഭരണകൂടം ഇവർക്കെതിരെ മുഖം തിരിച്ച് മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് കാണുന്നത്. എങ്കിലും നമുക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അദ്ദേഹം ആ ഡ്രസ്സ് വാങ്ങി വളരെ സന്തോഷത്തോടെ അത് അണിയുമ്പോൾ ഉള്ള സന്തോഷം ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. വിൻ്റർ ഹെവൻ ഇതെങ്കിലും കഴിയുന്നു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ആ വീട്ടിലെ മറ്റു കുട്ടികളെ, ചെറിയ കുട്ടികളായതുകൊണ്ട് അവരെ ഞങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടില്ല. റോഡിൽ നിൽക്കുവാൻ അവർ പിന്നണിയിൽ തന്നെ ഉണ്ട്. ആ കുടുംബത്തിന്, ആ ചേച്ചിക്ക് നല്ലൊരു ഓണ സെറ്റ് സാരി മുണ്ട് കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. അതിൽ അതിയായ ചാരിതാർത്ഥ്യമുണ്ട്. അതുപോലെ മറ്റ് കുട്ടികൾ, അവിടെ ഒരു കുഞ്ഞുകൂടിയുണ്ട്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ. പക്ഷേ ഇന്നത്തെ ഞങ്ങളുടെ വസ്ത്രങ്ങൾ എല്ലാം കൃത്യമായി അവിടെ എത്തിയിട്ടില്ല. ഇനിയും ആ കുടുംബത്തിന് തന്നെ ഒരുപാട് ആനുകൂല്യങ്ങൾ എത്തുവാനുണ്ട്. ഞങ്ങളെല്ലാം അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇവരിലേക്ക് കൂടി എത്തിച്ചേരുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായങ്ങൾ തുടർന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ അർഹതയുള്ളവർക്കൊരു ഭവനത്തിൻ്റെ അത്യാവശ്യം ഉണ്ടവിടെ. പക്ഷേ സഹായിക്കുവാൻ പലരും മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതുവരെയും സഹായങ്ങൾ അവരുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നിട്ടില്ല. പക്ഷേ ആരെയും നിരുത്സാഹപ്പെടുത്തുവാനോ ആരെയും കുറ്റപ്പെടുത്തുവാനോ ഈ അവസരം ഞങ്ങൾ കല്ലറ ജാഫർ ടെക്സ്റ്റൈൽസിന് നന്ദി പറയുന്നു. പിന്നെ ഓണത്തിനൊരു ഓണക്കോടി എന്ന് പറയുന്ന വിൻ്റർ ഹെവൻ്റെ ഒരു പ്രോഗ്രാമാണിത്. ഇതിൽ സാധാരണക്കാരിൽപ്പെട്ട ആളുകൾക്ക് ഓണക്കോടി കൊടുക്കാൻ തയ്യാറാണോ? തയ്യാറാണ്. ശരി, പൂർണ്ണ മനസ്സോടുകൂടിയാണ് കൊടുക്കുക. പിന്നെ ഓണക്കോടികളും അതിൽ ഓണത്തോടനുബന്ധിച്ചുള്ള സാധനങ്ങളൊക്കെ വന്നോ?
എല്ലാം വന്നുകൊണ്ടിരിക്കുന്നു. വന്നുകൊണ്ടിരിക്കുന്നു, പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നു. പറയാതിരിക്കുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും. എല്ലാ ആശംസകളും. ഓണം 2026 ആശംസകൾ. ശരി, ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഓണക്കോടി സി. ഓക്കെ, ശരി. മറ്റ് കുടുംബത്തിലെ അംഗങ്ങളെ കൂടി വീഡിയോയുടെ മുന്നിലേക്ക് വരാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു എങ്കിലും പലരും വരാൻ മനസ്സ് കാണിച്ചില്ല. പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് അവർക്ക് ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾ തന്നെ നല്ല വൃത്തിയുള്ളത് ആയിരുന്നില്ല. അതിനാലാണ് അവർ ക്യാമറയുടെ മുന്നിൽ വരുവാൻ വിസമ്മതിച്ചത്. അത്രയേറെ വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ കേരളത്തിൻ്റെ മണ്ണിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഓരോന്നും നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇറങ്ങിച്ചെന്ന് സഹായിക്കുന്ന അതിനുള്ള പരിധികൾക്ക് അപ്പുറത്ത് ജനങ്ങളുടെയും സുമനസ്സുകളുടെയും വലിയ വലിയ സഹായ സഹകരണങ്ങൾ ഉണ്ടാകുവാൻ ഇനി ഈ അവസരങ്ങൾ വളരെ വലുതായി തന്നെ ജനങ്ങളുടെ മനസ്സിലേക്ക് സ്ഥാനം പിടിക്കുവാൻ വിൻ്റർ ഹെവൻ ഒരുപാട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ പ്രസ്താവിക്കുകയാണ്. പരിമിതികൾ നമ്മുടെ മുന്നിൽ ഒരുപാട് ഉണ്ടെങ്കിലും ഇനിയും നിങ്ങളുടെ പ്രദേശങ്ങളിൽ നിങ്ങളുടെ കൺമുന്നിൽ ആരെങ്കിലും സാധുക്കളായിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഓണക്കോടി ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തി ആ കമൻറ്റ് കണ്ട് നിങ്ങളെ സമീപിക്കുന്നതാണ്. നമുക്ക് ഓണക്കോടി കൊടുക്കുകയും നമുക്കവരുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ചെയ്യാം എന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇവരുടെ വീടിൻ്റെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇവർക്ക് ഒരു പുതിയ ഭവനം, ഈ പ്ലാസ്റ്റിക് കവറുകളിൽ നിന്ന് ഒരു മോചനം ലഭിക്കുവാൻ സുമനസ്സുകൾ ഇത് കാണുമ്പോൾ മുന്നോട്ട് വന്ന് ഈ കുടുംബത്തെ സഹായിക്കുവാൻ മുന്നിട്ടിറങ്ങണമെന്ന് ഞങ്ങൾ വിനയപുരസ്സരം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ മുന്നിൽ ഞങ്ങളിവരെ സമർപ്പിക്കുകയാണ്. വിജയനും കുടുംബത്തിനും എല്ലാവിധ ഓണാശംസകളും നേർന്നുകൊണ്ട് ഞങ്ങൾ ഇവരുടെ ഭവനത്തിൽ നിന്നും ഇവരുടെ സങ്കടങ്ങളെല്ലാം കേട്ട് ഇവരുടെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞ് ഇത് ജനസമക്ഷം ഞങ്ങൾ ഈ തീരുമാനങ്ങൾ സമർപ്പിക്കുകയാണ്. അതുപോലെ ഭരണാധികാരികളുടെ മുന്നിലേക്ക് ഇവരുടെ ഈ ദയനീയ അവസ്ഥയെ എത്തിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവരെ സഹായിക്കുവാൻ മനസ്സുള്ളവർക്ക് മുന്നോട്ട് വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇവരുടെ ഈ ദയനീയ അവസ്ഥയെ എത്തിച്ചുകൊണ്ട് ഇവർക്കൊരു സഹായം അത് നിങ്ങളുടെ ഓരോ ഷെയറുകളായി ചെയ്ത് അനുഗ്രഹിക്കുവാനും ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. പേരെ